ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയും യാത്ര പുറപ്പെടാൻ റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിള്ളച്ചേട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ രാധ അങ്ങോട്ടേക്ക് വന്നു. എടി രാധാമണി തങ്കച്ചി, നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അതെ, ശങ്കറിനെ ഒന്ന് കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ തന്നെ വൈകിട്ടിരിക്കാം. ഇവള് സമയത്ത് ഇറങ്ങിനാ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചു. വേഗം പോയിട്ട് വേഗം വാ എന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് രാഹുകാലത്തിന് മുന്നേ ഇറങ്ങണം എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് രാധ ഇങ്ങനെ മേളിലേക്ക് സ്റ്റെയർ കയറാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും മുഖം ചുളിച്ചിട്ട് ഇവളെയാണല്ലോ കണ്ടത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം രാധ പിന്നെ മറച്ചു വെക്കാൻ അറിയില്ലല്ലോ. ഉടനെ രാധ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിന്നെ കണ്ടിട്ടാണോ ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചു. കഷ്ടം തന്നെ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കുട്ടി ശങ്കരൻ അങ്ങനെ വരുന്നത്. അമ്മ എന്തുകൊണ്ടാണ് ഈ ബഹളം വെക്കുന്നത്, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ എന്ന് ചോദിച്ച് കുട്ടി ശങ്കരൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇറങ്ങി വന്നു. മോനെ ശങ്കർ, മോനെ ഞങ്ങൾ വേഗം ഇറങ്ങുക കേട്ടോ. നീ സമയത്ത് മരുന്നൊക്കെ കഴിക്കണേ. ദേ നിൻ്റെ കാര്യങ്ങളെല്ലാം ശേഖരം നോക്കിക്കോളും. എന്നാൽ അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം നേരെ മഹാദേവൻ വന്നിട്ട്, ഡാ നീയേ പുറത്ത് എവിടെയും കറങ്ങാനൊന്നും പോകണ്ട കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിക്കണം. മനസ്സിലായോ നിനക്ക്? അച്ഛൻ പോയിട്ട് വരട്ടേടാ, പോയിട്ട് വരാട്ടോ ഞങ്ങൾ. ശരി കുട്ടിശങ്കര എന്നൊക്കെ പറഞ്ഞ് കുട്ടിശങ്കരനോട് യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗരി വേഗം ബാഗ് വാങ്ങി കേട്ടോ. അമ്മേ, ബാഗ് അമ്മ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ബാഗ് ഞാൻ വണ്ടിക്കൊണ്ട് വെച്ച് തരാം. അയ്യോ, എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. നീ കൂടുതൽ എന്നോട് സ്നേഹമൊന്നും കാണിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് നീ കൂടുതൽ സ്നേഹിച്ചിട്ടാ എൻ്റെ മോൻ മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയത്. അറിയോ നിനക്ക്? നാണമില്ലാത്തവള് വന്നിരിക്കുന്നു. എന്നിട്ട് രാധാമണി തങ്കച്ചി തന്നെ ബാഗ് പിടിച്ച് തൂക്കി അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ ഗൗരി എന്തോ അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ എങ്കിൽ ഗൗരി അതെല്ലാം കൂളായിട്ട് തന്നെ എടുത്തു. മുത്തശ്ശി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവർ യാത്രയൊക്കെ പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പോൾ റൂമിലേക്ക് അതേ പാലുമായിട്ട് ഗൗരി കയറി വരികയാണ്. ശങ്കർ, ദാ പാല്, ഈ പാല് കുടിക്കുക, ബദാമിട്ടതാ, ശരീരത്തിന് നല്ലതാ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ലേ തന്നെ ഇപ്പം എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് പാല് വേണ്ട. ശങ്കർ, സ്വയം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ശങ്കർ. ഇപ്പം പഴയതുപോലാണോ ശങ്കർ ഇരിക്കുന്നത്? നല്ലോണം ക്ഷീണിച്ചിട്ടില്ലേ? ഇത് കുടിക്ക് ശങ്കർ, വേണ്ടെന്ന് പറയരുത്. അപ്പോൾ ശങ്കറിൻ്റെ ദേഷ്യം വരിക കേട്ടോ. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടെന്താ നിനക്ക് മനസ്സിലാവാത്തത്? ബദാമിട്ട പാല് വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? കഷ്ടം തന്നെ. എൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയോടുള്ള റോള് നീ ഭംഗിയായിട്ട് ചെയ്യുകയാണോ? എൻ്റെ വായിലിരിക്കി കേൾക്കണമെന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോ? ഓരോന്നുമായിട്ട് ശല്യപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നോളും. നീ നിൻ്റെ പണി നോക്കിയേ എന്ന് പറഞ്ഞ് ശങ്കർ ചാടിത്തുള്ളി എഴുന്നേറ്റു കേട്ടോ. ശങ്കർ, ഒരു മിനിറ്റ്. എന്നോട് വഴക്കിടുമ്പോഴും എന്നോട് കാര്യമില്ലാത്ത കാര്യത്തിനാണെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ശങ്കറിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ, എന്നോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും കുറയുമെങ്കിൽ, എന്നോട് എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞോളൂ, കുറ്റപ്പെടുത്തിക്കോളൂ, അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല ശങ്കർ. ശങ്കറിൻ്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്നെ വേദനിപ്പിച്ചിട്ടാണ് ശങ്കറിന് സന്തോഷം കിട്ടുന്നതെങ്കിൽ വേദനിപ്പിച്ചോളൂ, മടിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് ആരും ഇത്ര വലിയ ത്യാഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ പാട്ടിന് വിട്ടാൽ മതി. നിൻ്റെ ഈ ഒടുക്കത്തെ കെയറിങ് ഉണ്ടല്ലോ, അതിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് കലിയാ വരുന്നത്, അവളുടെ ഒരു കെയറിങ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സന്തോഷത്തോടെ എൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് ശങ്കർ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ പാമ്പ് കടിച്ചപ്പോൾ പിന്നെ എന്തിനാ ശങ്കർ എന്നെ രക്ഷിക്കാൻ വന്നത്? പറയേ, എന്നെ അവിടെ വിട്ടിട്ട് പോവായിരുന്നല്ലോ. എന്താ അത് ചെയ്യാതിരുന്നത്? പറയേ ശങ്കർ, പറയേ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്നെ അവിടെ വിട്ടിട്ട് പോയിക്കൂടായിരുന്നോ ശങ്കറിന്? അതെന്നോട് ഇഷ്ടമായതുകൊണ്ടല്ലേ, എന്നെ അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നോ. ശങ്കർ എന്നോട് ഇപ്പം കാണിക്കുന്ന ദേഷ്യം പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ഇതെൻ്റെ സ്നേഹമാണെന്ന് നീ വെറുതെ സങ്കല്പിക്കണ്ട കേട്ടോ. രണ്ടുപേരും സ്നേഹിക്കണത് എങ്ങനെയാ? ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. ഞാൻ നിന്നെ രക്ഷിച്ചത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയണതെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗൗരി.
ഏതൊരു മനുഷ്യരും ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. എൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ശങ്കർ ഇതുപോലെ തന്നെ സത്യം സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിക്കായിരുന്നോ? അതെ, ഞാൻ ഇത് തന്നെ ചെയ്യായിരുന്നോ? അതെ, ആരാണെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ആരായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ സ്ഥാനത്തുണ്ടെങ്കിലോ നിന്റെ ധ്രുവനാണെങ്കിൽ പോലും ഞാൻ രക്ഷിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഗൗരി ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ ശങ്കറിൻ്റെ ആ വാക്ക് കേട്ട്. എന്താ പോരെ എന്ന് ചോദിച്ചു ശങ്കർ. ഇടുത്തി വീണതുപോലെയാണ് നെഞ്ചിനകത്ത് വീണത് ഗൗരിക്ക്. നിന്റെ ധ്രുവൻ എന്നാണ് ഉടനെ നമ്മുടെ ശങ്കർ അഭിസംബോധന ചെയ്തത്. ഒന്നും മിണ്ടിയില്ല. ആ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അവിടെ വച്ചു. എന്ന ശേഷം ഗൗരി പതുക്കെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. അത് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി. ചങ്കിനകത്ത് കുത്തി ഇറക്കുന്നത് പോലത്തെ ഒരു വർത്തമാനമാണ് ശങ്കറിൻ്റെ നാവിൽ നിന്ന് വീണത്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വേണ്ട നമ്മുടെ നന്ദിനി അമ്മയും പ്രൊഫസറും മുത്തശ്ശിയും ആരതിയും ആദർശും വേണിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ട നമ്മുടെ ഡോക്ടറുടെ കാര്യം ചർച്ച ചെയ്യുകയാണ് കേട്ടോ. എല്ലാവരും ഡോക്ടർ എടുപിടിയെന്ന് വന്ന് പറഞ്ഞ് അപ്പോൾ ഷോക്കായെങ്കിലും ഇത് ആലോചിക്കാവുന്ന കാര്യമാണെന്ന് അവർക്ക് തോന്നി. അപ്പം നമ്മുടെ പ്രൊഫസർ ചോദിക്കുകയാണ്, അല്ല അയാളൊരാഗ്രഹം പറഞ്ഞോ? നിൻ്റെ തീരുമാനം എന്താ മോളെ എന്ന് ചോദിച്ചു ആരതിയോട്. അപ്പോൾ വേണി നിന്ന് ചിരിക്കാട്ടോ. ആ ഡോക്ടർ പയ്യനെ നിനക്കിഷ്ടമാണോ എന്ന് ചോദിച്ചു മുത്തശ്ശി. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? മോളെ, മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. നിന്റെ മനസ്സിൽ തോന്നുന്ന എന്താണെങ്കിലും നീ തുറന്നു പറയണം. അതാ ഞങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ വേണീനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ആ ഡോക്ടർ ഇഷ്ടമായോ എന്ന് ആദർശം ചോദിച്ചു. നിങ്ങളെല്ലാവരും എന്താണോ തീരുമാനിക്കുന്നത് അതാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെയല്ല മോളെ, ഇത് നിൻ്റെ ജീവിത, നീ വേണം അത് തീരുമാനിക്കാൻ. നിൻ്റെ തീരുമാനം എന്താ അത് പറയ എന്ന് പറഞ്ഞു. അപ്പം മിണ്ടാ നിൽക്കുക. അവക്കിഷ്ടമാണ്, അല്ലാതെ എന്തിട്ടാ എന്ന് ചോദിച്ചു വേണി. ദേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേട്ടോ, ഇവക്കേ ആ ഡോക്ടറെ ഭയങ്കര ഇഷ്ടം ഇവക്ക്. നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ സൈലൻ്റായിട്ടൊരു ലവ് സ്റ്റോറി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. വേണി, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ആരതിക്ക് ആരോടും പ്രണയമൊന്നുമില്ല. അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല. അല്ല, അപ്പം പ്രേമിക്കുന്നത് അത്ര വലിയ തെറ്റാ? ഒന്ന് ബോക്സിംഗ് ചാമ്പ്യ, മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും നല്ല വികാരമാണ് പ്രണയം എന്ന് പറയണത്. ഈ പ്രേമം എന്ന് പറയുന്ന സാധനം ഉള്ളിലുണ്ടെങ്കിലേ ഈ ലോകം ഭയങ്കര സുന്ദരമായിട്ട് നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ ലോകം ഭയങ്കര ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാ ശരി. അതൊക്കെ ഓക്കെ. അല്ല, ഇത്രയും വലിയ സാഹിത്യ ഡയലോഗൊക്കെ എവിടുന്ന് നീ പഠിച്ചു എന്ന് ചോദിച്ചു ആദർശ. നമ്മുടെ ശങ്കുവില്ലേ, കുട്ടിശങ്കരൻ, പുള്ളിക്കാരനെ നിങ്ങളുടെ പെങ്ങളും പ്രേമിക്കുന്ന ടൈമിൽ നമ്മുടെ ശങ്കുണ്ടല്ലോ ഫുൾ ടൈം വീട്ടിൽ ഇതുപോലത്തെ ഡയലോഗായിരുന്നേ. അതൊക്കെ കേട്ടിട്ടാ ഞാൻ പഠിച്ചത്, അറിയോ? അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ലെങ്കിലേ ഞാനൊരു തെളിവ് തരാട്ടോ. എവിഡൻസ്? അല്ല, ഞാനുണ്ടല്ലോ എവിഡൻസ് എന്ന് ആ കോടതിയിൽ നിന്ന് കേട്ട് പഠിച്ചാട്ടോ. തെളിവെന്നല്ലേ അതിനർത്ഥം? അല്ല പ്രൊഫസറെ. അതെ എന്ന് പ്രൊഫസർ ഇങ്ങനെ തലയാട്ടി. ശരി, എങ്കിൽ പിന്നെ നീ തെളിവുതാ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു മുത്തശ്ശി. ശരി, ബഹുമാനപ്പെട്ട പ്രൊഫസർ, നന്ദിനി അമ്മേ, മുത്തശ്ശി, നമ്മുടെ മത്താപ്പേ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ചില ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോണത്. മുമ്പേ നമ്മുടെ ഹർഷൻ വക്കീൽ ഇവിടെ വിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒന്നാം പ്രതി ആരതി ഓടി വരുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ യുവർ ഓണർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഷോക്കായി. നിങ്ങളാരും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പക്ഷേങ്കിൽ വേണി ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ആരതി ഓടി വന്നതെന്നും പിന്നെ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഓടി വന്നതെന്നും എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദർശം നോക്കിയപ്പോൾ ഒരു വളിച്ച ചിരിച്ച് നിൽക്കുക. വക്കീലിൻ്റെ ഒപ്പം ഇവളുടെ ചുള്ളനുണ്ടോയെന്നാണ് ഇവക്കറിയേണ്ടിയിരുന്നത്. ഇവളുടെ ആ ഡോക്ടർ ചുള്ളൻ, അതിനു വേണ്ടിയിട്ടാണ് അവൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് വന്നത്. ഇവക്ക് ആ ഡോക്ടർ ചുള്ളനെ അത്രേ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും മിണ്ടാൻ നിൽക്കുക. ദാറ്റ്സ് ഓൾ യുവർ ഓണർ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ വേണി. അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അല്ല, ആരതിയുടെ മനസ്സിലെ ഒരു കുഞ്ഞു കള്ളത്തിലുണ്ടെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ മനുഷ്യ? അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക. നിങ്ങൾ വെറുതെ ഓർക്കാൻ ശ്രമിച്ച് മനപ്പ് കണക്കിടണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരു ചുക്കും ചുണ്ണാമ്പും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ പിന്നെയല്ലേ നിങ്ങൾ ഇക്കാര്യം ഓർക്കാൻ പോണത്.
അതുകൊണ്ടേ ഇവളുടെ മനസ്സിലെ ആ കുഞ്ഞിക്കള്ളത്തിൽ ഇതായിരുന്നു. ഡോക്ടർ മിഥുൻ, കാന്താരി, നീ അപ്പം ഇതെല്ലാം കള്ളത്തരം മറച്ചു വച്ചിരിക്കുക അല്ലേ? നീ എന്നോട് പോലും എനിക്കൊരു സൂചന പോലും നീ തന്നില്ലല്ലോടി എന്ന് പറഞ്ഞ് ആദർശ് ആരതിയുടെ ചെവിക്ക് പിടിക്കുകയാണ്. നിന്റെ ചെവി ഞാൻ പൊന്നാക്കൂടി. ശ്യാമേ, അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു. അതെ ശ്യാമേട്ടാ, നമുക്കിതങ്ങ് നടത്താം എന്ന് നന്ദിനി അമ്മയും പറഞ്ഞു. അവന് നല്ല പയ്യനാ എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പം ആരതിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം സോറി അച്ഛാ എന്ന് പറഞ്ഞു. നിൻ്റെ ഇഷ്ടം അച്ഛൻ അങ്ങോട്ടേക്ക് ഉറപ്പിക്കാം മോളെ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി ആരതിക്കും വേണിക്കും ആദർശനും ഒക്കെ സന്തോഷമായി കേട്ടോ. അപ്പം വേണിയെ നോക്കി. അപ്പം ഏട്ടത്തി അമ്മ എന്താണെങ്കിലും കൂടെ നിന്നു. ഒരു കണക്കിന് നമ്മുടെ പ്രൊഫസർ ജയിലിൽ പോയത് നന്നായി അല്ലേ എന്ന് ചോദിച്ചു വേണി. അതെന്താ വേണി? അതുകൊണ്ട് നമ്മുടെ ആരതിക്ക് ഒരു കിണ്ണം കാച്ചി ചെക്കരെ കിട്ടിയില്ലേ അല്ലേ മത്താപ്പേ? ശരിയാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോടൊക്കെ ചിരിച്ചു കേട്ടോ. വേണിയുടെ ഓരോരോ കോപ്രാന്തം കേട്ടിട്ട് എല്ലാവർക്കും എപ്പോഴും ചിരിയാണ് കേട്ടോ വരുന്നത്. വേണി ഭയങ്കര ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതേ കമല ഇറങ്ങി വരികയാണ്. കമലയ്ക്ക് തീരെ സുഖമില്ല. അപ്പോൾ കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ആളിങ്ങനെ വയ്യ പിടിച്ചാണ് അതേ സ്റ്റെയർ ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും നേരെ ഗൗരി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ കമലയിടത്ത് ഇത് എങ്ങോട്ടാണ് ഈ പോണത് എന്ന് ചോദിച്ചോ. എന്തു പറ്റി? വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഗൗരി, എൻ്റെ കാലുവേദനയ്ക്ക് ഒരു കുറവുമില്ല. നീ എനിക്ക് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ തരാവോ? എനിക്ക് തീരെ സഹിക്കാൻ വയ്യ. ഏട്ടത്തി, പെയിൻ കില്ലറൊന്നും അങ്ങനെ കഴിച്ചുകൂടാ. ഏട്ടത്തിക്ക് ദോഷം ചെയ്യും. അതെ, പെയിൻ കില്ലർ കഴിച്ചാൽ വേദന മാറും. പക്ഷേ അത് കുഞ്ഞിന് ദോഷമാണ്. അയ്യോ, കുഞ്ഞിന് ദോഷമാണെങ്കിൽ ഞാൻ പെയിൻ കില്ലർ കഴിക്കില്ല. ഞാൻ വേദന സഹിച്ചോളാം. അടുക്കളയിലെ കാര്യങ്ങളൊന്നും ഏട്ടത്തി നോക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഏട്ടത്തി റെസ്റ്റ് എടുക്കുക, പോയിക്കോ എന്ന് പറഞ്ഞു. അല്ല, നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഗൗരി അതൊക്കെ ചെയ്യുക? ഏട്ടത്തി, ഈ കാലുവേദനയും വെച്ച് ഏട്ടത്തിയെ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. പോയി റെസ്റ്റ് എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ ചൂട് പിടിച്ചു തരാം കേട്ടോ. ചൂടുവെള്ളം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഏട്ടത്തി പോയിക്കോ. എനിക്ക് വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഗൗരി? എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതൊന്നും കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സമയം കളയാതെ ഏട്ടത്തി പോയി റെസ്റ്റ് എടുക്കുക, ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ കമലയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഗൗരി നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും വേണ്ട ഗൗരിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഗൗരി വേഗം വന്നു, ഫോൺ എടുത്തു. ഹലോ അമ്മേ, മോളെ, നിനക്ക് സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ സുഖമായിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു നല്ല വിശേഷം പറയാനായിട്ടാ അമ്മ ഇപ്പം നിന്നെ വിളിച്ചത്. അതുകൊണ്ടാ നമ്മുടെ ആരതിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? ആഹാ, ആരാ ചെക്കൻ? നിനക്കറിയാവുന്ന ചെക്കൻ തന്നെയാ. എനിക്കറിയാവുന്ന ആളോ? അതാരാ അമ്മേ? അങ്ങനെ ഒരാള് അതില്ലേ, ആ ഡോക്ടറില്ലേ, ആ മിഥുൻ, ആ പയ്യനാ. ഓഹോ, അത് കൊള്ളാലോ. അപ്പോൾ ആരതിയുടെ കയ്യിലുള്ള മുറിവ് കല്യാണാലോചന വരെ എത്തിച്ചു അല്ലേ മേ എന്ന് ചോദിച്ചു. അല്ല, ഇപ്പം ശങ്കറിൻ്റെ അവസ്ഥ എങ്ങനെയാ മോളെ? കുഴപ്പമൊന്നുമില്ലമ്മേ, പഴയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം അതേ ആയുർവേദം കൂടി നോക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഇവിടെയില്ല. അവർ രണ്ടുപേരും ക്ഷേത്രങ്ങളിലേക്ക് പോവാ. അവർ ശങ്കറിൻ്റെ പേരിൽ നേർച്ചകൾ നേർന്നതൊക്കെ ചെയ്യാൻ പോയിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞേ അവർ തിരിച്ചു വരുമോ. മോളെ, നീ അപ്പം അവിടുത്തെ ഒറ്റയ്ക്ക് ജോലികൾ ചെയ്യേണ്ടി വരുമല്ലോ. കമലയ്ക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ. എല്ലാം കൂടി നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക? ഒരു കാര്യം ചെയ്താലോ മോളെ, നിനക്കൊരു സഹായത്തിന് ആരതി അങ്ങോട്ടേക്ക് അയച്ചാലോ? അയ്യോ വേണ്ടമ്മേ, ആരതിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പം ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ശേഖരൻ ഇറങ്ങി വരുന്നത്. കമല ഏട്ടത്തിക്ക് പറ്റുന്നത് പോലെ എന്നെ സഹായിക്കുന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആരതിയെ വെറുതെ ഇങ്ങോട്ടേക്ക് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ശേഖരൻ ഇത് കേട്ടിട്ട് ശേഖരൻ പതുക്കെ ഇറങ്ങി വരുവാ. പെങ്ങളൂട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ വരട്ടെ, ഗൗരിക്കൊരു സഹായമാവില്ലേ? ശങ്കറിൻ്റെ ആയുർവേദ ചികിത്സ തുടങ്ങുമ്പോൾ ഗൗരി ഒപ്പം വേണ്ടേ? അപ്പം ആരതി കൂടി ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് അങ്ങ് പോവില്ലേ? ആരതി ഇങ്ങോട്ട് വരാൻ പറയുന്നേ. ഇങ്ങനെയുള്ള സമയത്തുകളിലല്ലേ ഗൗരിയുടെ വീട്ടുകാരുടെ സഹായം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശേഖരൻ അങ്ങോട്ടേക്ക് നടന്നുപോയി. അപ്പോൾ ഇതെല്ലാം നന്ദിനിയമ്മ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫോൺ കട്ട് ചെയ്തിരുന്നില്ല. അപ്പം നന്ദിനിയമ്മ, മോളെ, ശേഖരൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അതെ, ഈ സമയത്തല്ലേ ഞങ്ങൾ സഹായിക്കേണ്ടത്. ശരി അമ്മേ, എന്നാൽ പിന്നെ അമ്മ ആരതിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുക എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ വെച്ചു.
അപ്പോൾ ഈ ശേഖരന് ഭയങ്കര ദുരുദ്ദേശം കേട്ടോ. ആദ്യം തൊട്ട് ആരതിയുടെ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ എപ്പോഴോ നമ്മുടെ ശേഖരൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അവൻ അട്ടഹസിച്ച് സന്തോഷിക്കുക. അപ്പനും അമ്മയും അവിടെയില്ല. അപ്പം മഹാദേവനും രാധയും ഇല്ലാത്ത സമയം നല്ല ഫസ്റ്റ് സമയമാണ് എന്ന് നന്നായി അറിയാം. ശേഖരൻ കണക്ക് കൂട്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വേണ്ട ഗൗരി നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടിശങ്കരൻ ആകെ വല്ലാതെ ഡെസ്പായിട്ടായിരിക്കണം കേട്ടോ. ആ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞ് ആകെ ഒരു സങ്കട ഭാവത്തിൽ. ടാബ്ലറ്റ് കഴിച്ചില്ലേ ഇതുവരെ? ദാ സമയത്ത് മെഡിസിൻ കഴിക്കണ്ടേ? ശങ്കറിന് വേണ്ടിയിട്ടല്ലേ? ദാ ശങ്കർ എന്ന് പറഞ്ഞ മെഡിസിനും വെള്ളമൊക്കെ എടുത്ത് ഗൗരി കയ്യിലേക്ക് കൊടുത്തു. അപ്പം അത് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ആരതി ഇങ്ങോട്ട് വരുന്നുണ്ട്. കമലടത്തേക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ടെന്ന് കരുതി ആരതി ഇങ്ങോട്ട് അയക്കാമെന്ന് അമ്മയാ പറഞ്ഞത്. നല്ലതല്ലേ? ഒന്നും മിണ്ടിയില്ല. അല്ല, ആരതിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമൊക്കെ വരാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. എന്താ സംഗതിന്ന് അറിയോ ശങ്കർ? നമ്മുടെ ഡോക്ടറില്ലേ ആ മിഥുൻ്റെ കാര്യമാണ്. അയാൾ ആരതിയെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ശങ്കറിന് എന്താ തോന്നുന്നത് എന്ന് ചോദിച്ചു. നല്ല കാര്യമല്ലേ? അവർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കില്ലേ? എന്താ ശങ്കർ? നല്ല ചേർച്ചയായിരിക്കും. ആ ഡോക്ടർ അവളെ നന്നായി നോക്കിക്കോളും, അവളെ കൈവിടില്ലാന്നേ. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ശങ്കറിന് എന്താ തോന്നിയത് എന്ന് ചോദിച്ചു. അപ്പോഴും ശങ്കർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അല്ല ശങ്കർ, എന്താ ശങ്കർ ഒന്നും മിണ്ടാതിരിക്കണത്? ആ ഡോക്ടർ നല്ല പയ്യനല്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ ആരതിക്ക് അങ്ങനെ ഒരു ആലോചന വന്നത് നല്ല കാര്യമല്ലേ? എന്നൊരു മൂളൽ. അല്ല പിന്നെന്താ ഒരു സന്തോഷമില്ലാത്തതുപോലെ? ആ ഡോക്ടർ നല്ല ചക്കനാ, അവളെ ശങ്കറിന് അങ്ങനെ തോന്നില്ലേ എന്ന് ചോദിച്ചു. നല്ലതും ചീത്തയൊക്കെ പറയാൻ ഞാൻ ആരാ എന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരാ. എന്താ ശങ്കർ ഇങ്ങനെ? ആരതി ശങ്കറിൻ്റെ ആരാ? അവള് ശങ്കറിനെയും കൂടെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ വല്ല പഠിപ്പും വിവരങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്കാകെ ഒരു കാര്യമേ പറയാനുള്ളൂ. ആരതിക്ക് ആ ഡോക്ടറോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് അത് കല്യാണത്തിന് മുൻപ് തന്നെ അത് തുറന്നു പറയാൻ, ധൈര്യമായിട്ട് പറയണം. പിന്നീട് ഓരോന്നൊക്കെ അറിയുമ്പോഴേ അതാർക്കും അങ്ങനെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതെ, പിന്നെ ജീവിതം മൊത്തം ഇരുട്ടായ പോലെ തോന്നും. അതുമാത്രമല്ല, കുപ്പിച്ചില്ല് കൊണ്ട് ഹൃദയത്തിൽ കോറി വരയ്ക്കുന്ന പോലത്തെ വേദന വരും. പിന്നെ ഒരാൾക്കും ഇങ്ങനെ വേദനിക്കരുത്, അതുകൊണ്ടാണ് പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശങ്കർ പറഞ്ഞതിൻ്റെ. അതിനുശേഷം എന്നിട്ട് ശങ്കർ പതുക്കെ അതൊക്കെ അവിടെ വെച്ചിട്ട് നേരെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഗൗരി ആകെ സങ്കടപ്പെട്ട് നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ താഴെ ഇറങ്ങി വന്നപ്പോഴും ആ സങ്കടം ഇങ്ങനെ അലതല്ലി നിൽക്കുകയാണ്. അപ്പോൾ മണിമുത്തശ്ശി മണി മുഴക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നേരെ ഗൗരി അടുത്തേക്ക് ചെന്നു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതല്ല എന്ന് മുത്തശ്ശി പറയാണ്. കുഴപ്പമൊന്നുമില്ല, സത്യം. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ആരും വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് തൂത്ത് തലോടി മണിമുത്തശ്ശി. എനിക്ക് ഒരു വിഷമമില്ല കേട്ടോ മുത്തശ്ശി, സന്തോഷമായിട്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, എൻ്റെ പൊന്നു മുത്തശ്ശി, ഈ കമലയിടത്തിയോട് എത്ര പറഞ്ഞാലും അനുസരിക്കില്ല കേട്ടോ. റെസ്റ്റ് എടുക്കുക, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ വന്നത്? ഗൗരി, നീ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് നോക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, ഏട്ടത്തി ധൈര്യമായിട്ട് റൂമിലേക്ക് പോ. വേണ്ട ഗൗരി, ഞാനും സഹായിക്കാം. എൻ്റെ കാലുവേദന ഇപ്പം കുറവുണ്ട്. ഏട്ടത്തിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ? റെസ്റ്റ് എടുക്കാൻ പറയുന്നത് ഏട്ടത്തിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ വയറ്റിലുള്ള ആൾക്ക് വേണ്ടി കൂടിയാട്ടോ. അപ്പം മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി ഇങ്ങനെ മണി കിളിക്കുക കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ആളിരിക്കണത്. അതെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കുഞ്ഞുവാവ അമ്മയെ കഷ്ടപ്പെടുത്തിയതിന് എന്നെയായിരിക്കും ആ വഴക്ക് പറയുക, അറിയോ? അതുകൊണ്ടായി പറയണത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്നുള്ള ചിന്തയൊന്നും ഏട്ടത്തിക്ക് വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്നെ സഹായിക്കാൻ നാളെ ഒരാൾ വരുന്നുണ്ട്. ആരാ അത് എന്ന് ചോദിച്ചു. ആരതി. അപ്പോൾ കമലയ്ക്ക് സന്തോഷം വന്നില്ല കേട്ടോ. അവളെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഏട്ടത്തി? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് 2 പേർ കൂടി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഗൗരി. എന്തിനാ വെറുതെ ആരതി മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? അമ്മയോട് ഞാനത് പറഞ്ഞതാ, അമ്മയ്ക്ക് നിർബന്ധം. പിന്നെ ശേഖരേട്ടനെ സമ്മതിച്ചു. ഇതോടെ കേട്ടപ്പോൾ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി ഇടുത്തി വീഴുന്ന പോലായി. കുറച്ച് ദിവസം അവളിവിടെ നിൽക്കട്ടെ,
അവളെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കമല ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചിട്ട്, അല്ല അവൾക്ക് ആരതിക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാവില്ലേ? അപ്പം ശേഖരൻ വന്നിട്ട്, അതിനെന്താ, ഇവിടെ ഇരുന്നും പഠിക്കാമല്ലോ, ഇവിടെ പഠിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം കമലയ്ക്ക് വ്യക്തമായി. ഇയാളുടെ ദുരുദ്ദേശവും നന്നായി കമലയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ കമല ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.